നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോബ് ലൈറ്റുകളെ പറ്റിയിട്ടാണ്. കോബ് ലൈറ്റുകൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സാധനമാണ്. കോബ് ലൈറ്റുകളുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് തന്നെ നമ്മൾ പിന്നീട് അങ്ങോട്ട് ചോദിക്കാറാണ് ഏത് ടൈപ്പുള്ള കോബ് ലൈറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. എന്ന് വെച്ചാൽ പബ്ലിക്കിന് ഇപ്പോഴും ചിലവരുടെ ധാരണ കോബ് ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ലൈറ്റുകൾ അല്ലെങ്കിൽ സർഫസ് ആയിട്ടുള്ള സിലിണ്ടർ ലൈറ്റുകൾക്കായിരിക്കും കോബ് ലൈറ്റുകൾ എന്ന് പറയുന്നതാണ്. മറ്റുള്ള ചിലരുടെ ധാരണ നമ്മൾ നോർമലി ഇടുന്ന പോലെ കൺസീൽഡ് ആയിട്ടുള്ള കോബ് ലൈറ്റുകൾക്ക് മാത്രമായിരിക്കും കോബ് ലൈറ്റുകളെന്ന് പറയുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോബ് ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ COB ചിപ്പ്, COB എന്ന് പറഞ്ഞ ചിപ്പുകൾ ഇപ്പം നമ്മൾ നോർമൽ ലൈറ്റിങ്ങുകളിലെല്ലാം ഇപ്പോൾ പാനൽ ലൈറ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ ജംഗ്ഷൻ ലൈറ്റുകളായിക്കോട്ടെ അതിൻ്റെ ഉള്ളിലെല്ലാം അതിൻ്റെ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 3 എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 3 വാട്ട്സ് ലൈറ്റ് 3 വാട്ട്സ് ലൈറ്റ് വരണമെങ്കിൽ നോർമലി ചിലപ്പോൾ ഒരു 10-12 ഇപ്പോൾ ഒരു നോർമൽ ജംഗ്ഷൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ സ്പോട്ട് ലൈറ്റ് ആണെങ്കിൽ ഒരു 10-12 LED ചിപ്പുകൾ, ചെറിയ LED ചിപ്പുകളിൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടായിരിക്കും, വെട്ടം ജനറേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു 3 വാട്ട്സിനുള്ള വെളിച്ചം തരുന്നത്. അതേസമയം ഒരു COB ചിപ്പ് എന്ന് പറഞ്ഞാൽ ചിപ്പ് ഓൺ ബോർഡാണ്. അതിൻ്റെ ഒരു സിംഗിൾ ചിപ്പിൽ നിന്നുമാണ് ഇത്രയും വാട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ 3 വാട്ട്സ് ആയിക്കോട്ടെ, 7 വാട്ട്സ് ആയിക്കോട്ടെ, 12, 15 വാട്ട്സോ 20 വാട്ട്സോ 30 വാട്ട്സോ എത്രയെങ്കിലും ആയിക്കോട്ടെ, ഒരൊറ്റ സിംഗിൾ ചിപ്പിൽ നിന്നുമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഫുള്ള് വാട്ട്സിനനുസരിച്ചുള്ള വെട്ടവും ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ചിപ്പ് ഓൺ ബോർഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചിപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താലും അതൊരു COB ലൈറ്റാണ്. നമ്മളിപ്പോൾ ചെറിയ LED വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ LED ലൈറ്റ് എന്ന് പറയുന്ന പോലെ ഇത് LED തന്നെയാണ്. ഒരു സിംഗിൾ ചിപ്പ് ഉപയോഗിച്ചിട്ട്, അതായത് ഈ COB ചിപ്പ് ഉപയോഗിച്ചിട്ട് ഏത് ലൈറ്റിലിട്ടാലും അത് COB ലൈറ്റാണ്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ ചിലരുടെ ധാരണ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ സിലിണ്ടർ ലൈറ്റ് ആണെങ്കിൽ ഈ സിലിണ്ടർ ലൈറ്റിനായിരിക്കും കോബ് ലൈറ്റ് അല്ലെങ്കിൽ COB ലൈറ്റ് എന്ന് പറയുന്നത്. ചിലരുടെ ധാരണ ഇത് കൺസീൽഡ് ആയിട്ടുള്ള കോബ് ലൈറ്റാണ്, ഫിക്സഡ് കോബ് എന്നൊക്കെ പറയും. കൺസീൽഡ് നമുക്ക് നോർമലി സീലിങ്ങിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തിട്ട് കയറ്റിയിടുന്ന ലൈറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനായിരിക്കും കോബ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ COB ചിപ്പുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് COB ലൈറ്റ് അല്ലെങ്കിൽ കോബ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ മറ്റേതാണ് യൂസ് ചെയ്യുന്നത്, അത് മറ്റു ലൈറ്റായി മാറിയത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ധാരാളം എൻക്വയറി ടിൽറ്റബിൾ കോബ് എന്ന് പറയും. അതായത് ഇങ്ങനെ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ടിൽറ്റബിൾ കോബിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ആ സിംഗിൾ COB ചിപ്പാണ്. ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ ലൈറ്റിൽ നിന്ന് തന്നെ ഈ ലൈറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ചിപ്പിൽ നിന്ന് തന്നെ ഇത്രയും വെട്ടം വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും, അതായത് താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ലൈറ്റ് സോഴ്സ് മനസ്സിലാവത്തില്ല. അതായത് ഇപ്പോൾ ഒരു 8 വാട്ട്സിൻ്റെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒരു റൂമിലോട്ടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലോട്ടോ കയറി വരുന്ന സമയത്ത് എവിടെ നിന്നാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ആംബിയൻസ്, നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്യാനും നമുക്ക് ഇതിനെ കൊണ്ട് പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഈ കോബ് ലൈറ്റുകൾക്കുള്ള ഒരു ഏറ്റവും കൂടുതൽ ജനപ്രിയമാകാനുള്ളൊരു കാര്യവും ഇത് തന്നെയാണ്. പക്ഷെങ്കിൽ റേറ്റ് മറ്റേതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും ആ റേറ്റിനുള്ളതുണ്ട്. കാരണം പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് ഈ റേറ്റ്, പല കോബ് ലൈറ്റുകൾക്കും റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ പല ലോക്കൽ കമ്പനികളും എന്ത് ചെയ്യുന്നു, ലോക്കൽ കോബ് ലൈറ്റുകളിട്ട് റേറ്റ് കുറച്ചിട്ട് മാർക്കറ്റിലാക്കുന്നുണ്ട്. അപ്പം ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് റേറ്റ് ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതും കോബ് ലൈറ്റ് ഇതും കോബ് ലൈറ്റ്, പക്ഷേങ്കിൽ എന്തുകൊണ്ട് എന്നാൽ പിന്നെ ചെറിയ റേറ്റിലോട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അറിയാമല്ലോ. അതായത് ഒരൊറ്റ സിംഗിൾ ചിപ്പിൽ നിന്നുമാണ്, അതായത് ഒരൊറ്റ COB ഒരൊറ്റ ചിപ്പിൽ നിന്നുമാണ് ഇത്രയും വാട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വില കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ കാലക്രമേണ, അതായത് ഒത്തിരി നാൾ ഒരു പെട്ടെന്നല്ല പറയുന്നത്, കാലക്രമേണ ഈ ലോക്കൽ COBകളിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് വെട്ടം കുറഞ്ഞു വരും. ആദ്യമൊക്കെ നല്ല വെട്ടം ഉണ്ടാവും, പിന്നീട് അതിൻ്റെ വെട്ടം കുറഞ്ഞു വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും COB ലൈറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റിങ്ങുകൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് വരുന്നത്, അതായത് ലോക്കൽ ബ്രാൻഡുകൾ ചെയ്യുന്ന വേറെ ഒരു ടെക്നിക്കാണ് ഇതിൻ്റെ. ഇപ്പം നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മുഴുവൻ നല്ല മെറ്റൽ ബോഡികളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫുൾ മെറ്റലാണ്, ഇതിൻ്റെ എല്ലാം മെറ്റൽ പാർട്ടുകളാണ്.
അതാകുമ്പോഴത്തേക്ക് ഇതിന് വരുന്ന ഹീറ്റൊക്കെ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ആവാനും അതുകൂടാണ്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈറ്റിങ് നമുക്ക് കിട്ടാനും ഒക്കെ പറ്റും. നമുക്കിതിൻ്റെ റേറ്റ് എങ്ങനെ കുറയ്ക്കാമെന്ന് വെച്ചാൽ ഈ മെറ്റലിന് പകരം ഇത് നമുക്ക് PC പോളികാർബണേറ്റിൽ ചെയ്യാൻ പറ്റും. പോളികാർബണേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് പകുതിയാവും, അത് ബോഡി റേറ്റ്. അതുകൂടാണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചിപ്പ് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ചിപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ലോക്കൽ ചിപ്പുകൾ ഉപയോഗിച്ചാൽ റേറ്റ് അതിൻ്റെ പകുതിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് തീരെ വില കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്ഥിരമായിട്ടുള്ള യൂസേജിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീടായിരിക്കും നമുക്ക് വരിക. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും ആഗ്രഹമാണ് പുതിയ പുതിയ ലൈറ്റിങ്ങുകൾ വരുമ്പോൾ അത് വീടുകളിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസിലോ ഓഫീസിലോ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതെന്താണ് കിടക്കുന്നത്, അതിനെന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ പാറ്റേൺ എന്താണ്, എത്ര അവേഴ്സ് അത് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു ലൈറ്റിംഗ് കൺസൾട്ടൻറ്റിനോടോ അതല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള ഒരാളിനോടോ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ഇത് തിരഞ്ഞെടുക്കാവൂ. കാരണം ഇതിന് റേറ്റ് കൊണ്ട്, അതുമാത്രമല്ല അത്രമാത്രം നിങ്ങൾ ആ ലൈറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വലിയൊരു എപ്പോഴും നമ്മൾ നോർമൽ ഒരു പാനൽ ലൈറ്റ് കൊടുക്കുന്നതിൻ്റെ അത്രയും വെളിച്ചം, ഇപ്പോൾ ഒരു വെളിച്ചം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെളിച്ചം, അതായത് ആംബിയൻസ് അല്ല, വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സേഫ്റ്റി പിൻ നമുക്ക് താഴെ പോയാൽ പെട്ടെന്ന് നമ്മുടെ കണ്ടുകൊണ്ട് എടുക്കേണ്ട ഒരു വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം എന്ന് പറയുന്ന കൺസെപ്റ്റ് കമ്പാരിറ്റീവ്ലി ഈ ഒരു വാട്ട്സിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 8 വാട്ട്സിൻ്റെ ഒരു പാനൽ ലൈറ്റ്, നോർമൽ പാനൽ ലൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നു, അതിന് പകരം നിങ്ങൾ ആ 8 വാട്ട്സിൻ്റെ ഒരു കോബ് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാനൽ ലൈറ്റിൽ കിട്ടുന്ന അത്രയും വെളിച്ചം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ആംബിയൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം ആ വെളിച്ചം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും എപ്പോഴും പാനൽ ലൈറ്റുകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം കോബ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആംബിയൻസും ആ ഒരു ടെക്സ്ചറും അതുകൂടാണ്ട് ആ ഒരു റൂമിൽ ലൈറ്റ് സോഴ്സ് അറിയാതെയുള്ള ലൈറ്റിങ് ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലത് കോബ് ലൈറ്റുകൾ തന്നെയാണ്. കോബ് ലൈറ്റുകളിൽ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു 3 ടൈപ്പ് കോബ് ലൈറ്റുകളെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഇപ്പം ഇതാണ് സിലിണ്ടർ കോബ് എന്ന് പറയും. സിലിണ്ടർ കോബ് ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീലിങ്ങിൽ തന്നെ ജിപ്സം സീലിംഗ് ചെയ്ത്, ഇപ്പോൾ ജിപ്സം സീലിംഗ് ചെയ്താലും അതിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അഥവാ ജിപ്സം സീലിംഗ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് സീലിങ്ങിൽ പിടിപ്പിച്ച് താഴോട്ടുള്ള ലൈറ്റിംഗ് സോഴ്സായിട്ട് മെയിൻ ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റുകളാണ് ഈ സിലിണ്ടർ കോബുകൾ എന്ന് പറയുന്നത്. സിലിണ്ടർ കോബിൽ തന്നെ ഇതിപ്പം ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് കളറിൽ റൗണ്ടാണ്. ഇതിന് പകരം വൈറ്റ് കളർ അവൈലബിൾ ആണ്. റൗണ്ടിന് പകരം സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ റിഫ്ലക്ടറിലും എല്ലാം ചേഞ്ച് വരും. ഇതിൽ വൈറ്റ്, വാം, ന്യൂട്രൽ വൈറ്റ് കളറുകളിൽ, ന്യൂട്രൽ വൈറ്റ് ലൈറ്റുകളിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു ലൈറ്റിംഗ് സോഴ്സാണ് ഈ പറഞ്ഞതുപോലെ സിലിണ്ടർ ലൈറ്റുകൾ എന്ന് പറയുന്നത്. പിന്നീട് കോബ് ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഫിക്സഡ് കോബ് ലൈറ്റുകൾ എന്ന് പറയും. അതായത് നോർമൽ നമ്മൾ കൺസീൽഡ് പാനൽ ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം ജിപ്സം സീലിങ്ങോ അതല്ല സീലിങ്ങുകൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇതിനും ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് ബോഡിയും വൈറ്റ് ബോഡിയും ഉള്ളിൽ റിഫ്ലക്ടർ റോസ് ഗോൾഡിന് പകരം ക്രോം ഫിനിഷോ ബ്ലാക്ക് ഫിനിഷോ ഒക്കെ അവൈലബിൾ ആണ്. ഇതും നമുക്ക് സെയിം വാട്ട്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ സെയിം വാട്ട്സ് തന്നെ ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു പലർക്കും ഉള്ള ഡൗട്ടാണ്, സിലിണ്ടർ ലൈറ്റ് അല്ലേ നല്ലത്, സിലിണ്ടർ ലൈറ്റിലല്ലേ കൂടുതൽ കാലം നിൽക്കുന്നത്, കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കയറ്റുന്നത് കുറച്ച് കാലം നിൽക്കുകയുള്ളൂ. ചിലർക്കുള്ള ഡൗട്ടാണ് സിലിണ്ടർ ലൈറ്റിനെക്കാട്ടിൽ നല്ലത് ഇതാണ്. അങ്ങനെ ഒന്നുമല്ല. ഇതിലെല്ലാം ബോഡിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് ചിപ്പ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച്, ക്വാളിറ്റി ചിപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും, ലോക്കൽ ചിപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് പോകും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നീടുള്ള ഒരു പ്രചാരത്തിലുള്ളൊരു സാധനമാണ് അതായത് ഇത് ടിൽറ്റബിൾ കോബാണ്. അതായത് ഏതെങ്കിലും ഒരു പോർഷനിലൊക്കെ നമുക്ക് വെച്ചിട്ട് അവിടുന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു പ്രത്യേക ആംഗിളിലോട്ട് വല്ല ഫോക്കസ് ചെയ്തിട്ട് ലൈറ്റ് പോകുന്നതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ കോബ് ലൈറ്റുകളുടെ ഒരു എല്ലാ വാട്ട്സിലുമുള്ള കോബ് ലൈറ്റുകളുടെയും എല്ലാ രീതിയിൽ എല്ലാ ടൈപ്പിലുള്ള കോബ് ലൈറ്റുകളിലും റൗണ്ട് ആയിക്കോട്ടെ, ഇപ്പോൾ സിലിണ്ടർ ലൈറ്റ് തന്നെ റൗണ്ട് ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, അതിൽ വൈറ്റോ വാമോ ന്യൂട്രൽ വൈറ്റോ ഇനി ബോഡി കളർ ബ്ലാക്കോ വൈറ്റോ ഏത് രീതിയിലുള്ള സാധനങ്ങളും നമ്മുടെ അടുത്ത്
അവൈലബിൾ ആണ്. ഇതുപോലെ സിലിണ്ടർ ലൈറ്റുകൾ വെക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ലൈറ്റിങ്ങൾ എങ്ങനെ വെക്കണം, എത്ര ലൈറ്റുകൾ കൊടുക്കണം, ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ലൈറ്റുകളെക്കാട്ടിലും ഇച്ചിലൂടെ വെളിച്ചമെന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വാട്ട്സ് കൂട്ടി വേണം സിലിണ്ടർ ലൈറ്റുകളോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കോബ് ലൈറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം എത്ര വാട്ട്സ് കൊടുക്കണം, റൂമിൻ സൈസിനനുസരിച്ച് എത്ര വാട്ട്സ് ഉള്ള സിലിണ്ടർ കൊടുത്താൽ അല്ലെങ്കിൽ കോബ് ലൈറ്റുകൾ കൊടുത്താലാണ് അവിടെ വെട്ടം കറക്റ്റായിട്ട് കിട്ടുക. ഇങ്ങനെയൊക്കെയുള്ള എന്ത് ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെക്കോബോക്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഡെക്കോബോക്സിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല മറ്റുള്ള എന്ത് ലൈറ്റിങ്ങുകളെ പറ്റിയിട്ടും ലൈറ്റിംഗ് പാറ്റേണുകളെ പറ്റിയിട്ടും എന്ത് കൺസൾട്ടൻസി വേണമെന്നുണ്ടെങ്കിലും ഡെക്കോബോക്സുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം.